ടി ജി നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലിരിക്കുന്ന പാർലമെൻ്ററി അഫയേഴ്സ് കമ്മിറ്റിയാണോ വിട്ടുകഴിഞ്ഞിരിക്കുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടുകഴിഞ്ഞിരിക്കുന്ന വഖഫ് ബില്ലിലേക്ക് പരാതികളുടെ ഒഴുക്കാണ്. പരാതികൾ നിരന്തരമായി അയപ്പിക്കാനുള്ള വലിയ ക്യാമ്പയിനുകൾ രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രവാർത്ത, ഇതിൽ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും കക്ഷിയല്ല നമ്മൾ കരുതുന്ന ഒരു കൂട്ടർ, സീറോ മലബാർ സഭ, ഒരു ക്രിസ്തീയ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തണം, ശാസ്ത്രീയമായും മനുഷ്യത്വപരമായും ആ നിയമത്തിൽ ഭേദഗതി വരുത്തണം, അത് വളരെ അത്യാവശ്യമാണ്, രാജ്യപുരോഗതിക്ക് ആവശ്യമാണ് എന്നൊക്കെ അവരുടെ പുതിയ താഴത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അപ്പോൾ ടി ജിയോട് ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിലും ഈ രാഷ്ട്രീയമായ ഈ സമുദായങ്ങളുടെ ഒരു രാഷ്ട്രീയ മനസ്സ് നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിലും എനിക്ക് രണ്ട് തരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഒന്ന്, ഒരു ക്രിസ്തീയ സഭയ്ക്ക് അല്ലെങ്കിൽ സഭകൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി വിശ്വാസത്തിൻ്റെ പേരിൽ ദൈവമാർഗത്തിൽ ചെലവഴിക്കാനായി നേർച്ചയാക്കപ്പെട്ട സ്വത്തിനാണല്ലോ വഖഫ് സ്വത്ത് എന്ന് പറയുക. സാധാരണ രീതിയിൽ അതിൽ ക്രിസ്തീയ സഭയ്ക്ക് ഒരു കൺസേണും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എന്തായിരിക്കും ഈ സീറോ മലബാർ സഭ ഇങ്ങനെ വളരെ ഗൗരവമായൊരു പ്രസ്താവനയുമായി രംഗത്ത് വരാൻ കാര്യം? സാറ് പറഞ്ഞതിൽ എനിക്ക് ഒരു സംശയമുണ്ട്. ഇന്നത്തെ പ്രധാന വാർത്തയാണോ അത്? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ അതില്ല. അല്ല ശരിയാണ്. ജന്മഭൂമിയുടെ അകത്തെ പേജിലുണ്ട്. മറ്റ് പത്രങ്ങളുടെ അകത്തെ പേജിൽ പോലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മനോരമ, മാതൃഭൂമി ചാനലുകൾ ഇതിൽ തൊട്ടിട്ടേയില്ല. അവഗണിച്ചു കഴിഞ്ഞ വാർത്തയാണ്. ഇതിനർത്ഥം ഈ പത്രങ്ങൾക്ക് അവരുടെ ഒരു നയമുണ്ട്. ഈ വഖഫ് ബില്ല് കൂടുതൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വഷളാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ വഖഫ് ബില്ലിനെ പറ്റി ഒന്നും പറയാറില്ല. അതിനനുകൂലമായതോ പ്രതികൂലമായതോ വാർത്ത കൊടുക്കാറുമില്ല. അത് ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒരു പൊതു നയമാണ്. പക്ഷേ ഇതിനെ മറികടക്കാനുള്ള ക്ലൗട്ട് സീറോ മലബാർ സഭയ്ക്കുണ്ട്. അവർ വിചാരിച്ചാൽ അത് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വരുത്താൻ പറ്റും. വരുത്താനുള്ള ക്ലൗട്ട് അവർക്കുണ്ട്. ബട്ട് അവരും അത് ഉപയോഗിക്കുന്നില്ല. കാരണം ചോദിച്ചാൽ എതിർത്തു എന്ന് വരണം, കണ്ടാൽ കളി, കണ്ടില്ലെങ്കിൽ കാര്യം എന്ന് പറയില്ല. ആ രീതിയിലാണ് സീറോ മലബാർ സഭ അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് 1995 ഈ സമ്പൂർണ്ണ വഖഫ് ഇന്നിപ്പോൾ കാണുന്ന രീതിയിൽ ഈ നിയമം നരസിംഹറാവുവിൻ്റെ കാലത്താണ് പാസ്സാവുന്നത്. അത് കഴിഞ്ഞിട്ട് അമിതാധികാരം കൊടുത്തുകൊണ്ടുള്ളൊരു അമെൻമെൻറ്റ് 2012-13 വന്നു. ആ അമെൻമെൻറ്റിനെ സർവാത്മന പിന്തുണച്ച പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി BJP ആയിരുന്നു. BJPയുടെ മുക്താർ അബ്ബാസ് നഖ്വി രാജ്യസഭയിൽ തൊട്ടടുത്തുള്ള അംഗത്തെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു ആ ഭേദഗതി പാസ്സായപ്പോൾ. UPA കൊണ്ടുവന്ന ഭേദഗതി. അതെ, ഇതപര്യന്തമുള്ള BJP മാനിഫെസ്റ്റോ സാറെടുത്ത് നോക്കുക, വഖഫ് ബില്ലിനെ പറ്റി ഒരക്ഷരം അതിലില്ല. BJP ഒരിക്കലും വഖഫ് ബില്ലിന് എതിരായിരുന്നില്ല. പിന്നെ സംഭവിച്ചതെന്താ? 10 വർഷം BJP ഭരിച്ചിട്ടും വഖഫ് ബില്ലിൽ തൊട്ടില്ലല്ലോ. ഇല്ല. അവർക്ക് ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അല്ല, അവർക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. പക്ഷേ അത് മാനേജ് ചെയ്യാനുള്ള സാമർഥ്യം അവർക്കുണ്ടായിരുന്നു. എത്രയോ ഭരണഘടനാ ഭേദഗതികൾ അവർ ആർട്ടിക്കിൾ 370 അടക്കം അവർ പാസ്സാക്കി കൊണ്ടുപോയി. ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു. ആ അവസരത്തിൽ ഒന്നും ചെയ്തില്ല. ബട്ട് ഇപ്പോൾ ഈ സീറ്റ് കുറഞ്ഞ് 240 എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് വ്യാപകമായ അസംതൃപ്തി വഖഫ് ബില്ലിനെ പറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയ്ക്ക്. അതുകൂടാതെ ആർക്കിയോളജിക്കൽ സർവേയുടെ കംപ്ലൈൻറ്റ്. ആർക്കിയോളജിക്കൽ സർവേയിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന KK മുഹമ്മദ് സാർ അറിയാം. KK മുഹമ്മദ് സാർ എത്ര കാലമായി തലയിൽ കൈവച്ച് നിലവിളിക്കുന്നു. ഈ സർക്കാരിന് ആർക്കിയോളജിയോട് യാതൊരു താല്പര്യവുമില്ല. പുരാവസ്തുക്കൾ, അത് ക്ഷേത്രമായാലും പള്ളിയായാലും നശിച്ചു പോകുന്നതിൽ ഒരു ദണ്ണവും ഈ സർക്കാരിനില്ല എന്ന് തുറന്ന് അദ്ദേഹം എഴുതുന്നു. അദ്ദേഹം ഒരു പരമ്പര തന്നെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, മാതൃഭൂമി വാരാന്ത പതിപ്പിൽ KK മുഹമ്മദ്. അത്ര രൂക്ഷ. സാധാരണഗതിയിൽ
ഏറ്റവും സൗമ്യനായ ഒരു മനുഷ്യനാണ് കെ കെ മുഹമ്മദ്. അതെ, ഏത് രീതിയിലും സാറിന് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ സാധ്യമല്ല. മുഖത്ത് നോക്കി വ്യക്തിപരമായി ചീത്ത പറഞ്ഞാൽ പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അത്രയ്ക്ക് സൗമ്യനാണ് കെ കെ മുഹമ്മദ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ക്ഷോഭം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വെളിപ്പെടുന്നുണ്ട്. ഇതൊന്നും തന്നെ BJP സർക്കാർ വകവെച്ചില്ല. ഇപ്പോൾ വന്ന് ഈ സീറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ഏത് പാർട്ടിയും ചേട്ടാ ഇത് എന്ത് പറ്റി, എൻ്റെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസി എന്നെ ഉപേക്ഷിക്കാൻ കാര്യം എന്താ, അപ്പോഴാണ് ഈ നിലവിളി കേൾക്കുന്നത്. ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലെ ആ പെരുന്തുറൈ ഗ്രാമം, അവിടുത്തെ ക്ഷേത്രം, അവിടുത്തെ ഒരു കർഷകൻ അയാളുടെ 40 സെൻറ്റോ മറ്റോ വിൽക്കാൻ പോകുന്നു. അപ്പോഴാണ് അറിയുന്നത് ആ പ്രദേശം മൊത്തം ലോകത്ത് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ക്ഷേത്രവും മുസ്ലിങ്ങളാരും ഇല്ല, അവിടെ താമസിക്കുന്ന മുഴുവൻ ഹിന്ദുക്കളാണ്. അത് വഖഫിൻ്റെ ആണ് എന്ന് ഇയാൾ അറിയുന്നത് ഇയാൾ വിൽക്കാൻ പോയപ്പോഴാണ്. NOC വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വഖഫിൽ നിന്ന്. വലിയ ബഹളമായി. അന്നൊന്നും BJP സർക്കാർ അനങ്ങിയില്ല. അതിനുശേഷം പല സംഭവങ്ങളും ഉണ്ടായി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതി കയറി വിഷമിച്ചു. കോടതി കയറിയവർക്കെല്ലാം നീതി കിട്ടി. വഖഫിൻ്റെ ഈ സാധനം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് കോടതികൾ പല വിധിയും പുറപ്പെടുവിച്ചു. നിങ്ങളെന്താ ഈ പറയുന്നത്, ആർക്കെങ്കിലും നിങ്ങളുടെ വസ്തു അങ്ങോട്ട് എൻ്റെയാണെന്ന് പറയുക, പിന്നെ നിങ്ങളുടെയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെ ആവുക, ഇതെന്ത് നിയമം? TG പറഞ്ഞു വരുന്നത് ഈ ഗ്രീവൻസ് ആണെന്നും അതിൽ ഇടപെടാൻ കേന്ദ്രം വല്ലാതെ വൈകിപ്പോയി എന്നുമല്ലേ, BJP ഗവൺമെൻറ് വൈകിപ്പോയി എന്നല്ലേ പറയണേ? യെസ്. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബിൽ അത് ലോക്സഭയിൽ പാസ്സാക്കാമായിരുന്നു. അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു. എന്തിന്? 1 മാസത്തിനകം അവരുടെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 1 മാസത്തിൽ കൂടുതൽ കഴിഞ്ഞു. സമയം കഴിഞ്ഞു. ഞാനൊരു സുനിലുമായിട്ടുള്ള ചർച്ചയിൽ ഞാനിത് പറഞ്ഞിരുന്നു. 1 മാസം കൊണ്ട് നടക്കാൻ പോകുന്നില്ല, എൻ്റെ വകയ്ക്ക് ഞാൻ 1 മാസം കൂടെ തരാം. 2 മാസത്തിനുള്ളിൽ ഇത് പാസ്സായില്ലെങ്കിൽ അതിനർത്ഥം അത് പാസ്സാക്കാൻ ഉദ്ദേശമില്ല എന്നാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച അമിത്ഷായുടെ പ്രസ്താവന വന്നു, എന്ത് വില കൊടുത്തും ഈ ഭേദഗതി പാസ്സാക്കും ലോക്സഭയിൽ. ശരി, പാസ്സാക്കിയാൽ നല്ലത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും പാസ്സാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നു. വസ്തുതയാണ്. ഇതിനിടയ്ക്കാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. ഫേസ്ബുക്കിൽ, പ്രത്യേകിച്ചും വടക്കൻ സംസ്ഥാനങ്ങളിൽ, ഹിന്ദി ഹൃദയ മേഖലയിൽ ഫേസ്ബുക്ക് വഴി ഒരു ലിങ്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്കല്ല, QR കോഡാണ്. ഒരു ഹിന്ദു QR കോഡ്, ഒരു മുസ്ലിം QR രണ്ടും നടക്കുന്നുണ്ടല്ലേ. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ JPCക്ക് പോകാനുള്ള നിവേദനം അതിലുണ്ട്. ആ നിവേദനത്തിൽ ഐ അക്സെപ്റ്റ് അല്ലെങ്കിൽ ഐ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AP അഹമ്മദിൻ്റെ പേരിൽ ഈ സാധനം JPCയിൽ പോകും. ഒരേ പരാതികൾ ലക്ഷക്കണക്കിന്. ഇതുപോലെ ഹിന്ദു വിഭാഗത്തിൻ്റെ QR കോഡ് ഇറങ്ങി അവർ വെറുതെ ഇരിക്കില്ല, അവർ ഇറക്കി QR കോഡ് അവരുടെ. ഇങ്ങനെ ഒരേ നിവേദനം ലക്ഷക്കണക്കിന് JPCയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ JPC എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്രയധികം നിവേദനങ്ങൾ പരിശോധിക്കാൻ പറ്റുമോ? അത് പരിശോധിക്കാൻ ഈ സമയത്തിനുള്ളിൽ സാധ്യമാണോ? സാധ്യമല്ല. നമ്പർ 2, പൊതുവേ ഹിന്ദുക്കളുണ്ടല്ലോ, ഈ അതിന് മുമ്പിൽ പോയി തെളിവ് കൊടുക്കുക, അത്തരം കാര്യങ്ങൾക്ക് പോവില്ല. മുസ്ലിങ്ങളിൽ അവരുടെ ഒരു സംവിധാനമുണ്ടല്ലോ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സംവിധാനമുണ്ട്, മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബേസിക് സംവിധാനമുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ നേതാക്കന്മാർ ഓടിപ്പാഞ്ഞ് മറ്റേ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അവരിവരൊക്കെ പോയിട്ട് ഇത് JPCക്ക് മുമ്പിൽ പറയും. ഹിന്ദുക്കൾ ഇതിന് മുതിരുകയില്ല. ഉണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, 110 ഹിന്ദു സംഘടനകളുണ്ട്. പക്ഷേ അവരാരും പ്രായേണ പോയി അവിടെ പോയി തെളിവ് കൊടുക്കുക, വാദിക്കുക, ഇതിനൊന്നും പോവില്ല. അവർക്കിത് സർക്കാർ ചെയ്തു തരണം. ഇതാണ് അവരുടെ ഹിന്ദുക്കളുടെ സ്വഭാവം. സാർ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ മോദിക്ക് വോട്ട് ചെയ്ത് മോദിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്, ഇനി എന്താണെന്ന് വെച്ചാൽ മോദി നോക്കണം. അതിനിടയ്ക്ക് ഞങ്ങൾ വന്ന് കമ്മിറ്റിയുടെ മുമ്പിൽ പറയണത് അതിനൊന്നും ഞങ്ങളില്ല. ഇതൊക്കെ ചെയ്യാനാണ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്. പിന്നെ മനുഷ്യനെ ശല്യം വേണ്ടതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളണം. 5 വർഷം കഴിയുമ്പോൾ വരിക, ഞങ്ങൾ വീണ്ടും വോട്ട് തരും. വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മനസ്സറിഞ്ഞ് ചെയ്തോളണം. ഇതാണ് ഹിന്ദുക്കളുടെ ഒരു പരിപാടി. അല്ലാതെ അവരിതിനു വേണ്ടി തെരുവിലിറങ്ങുകയോ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാകുകയോ ഒന്നും ചെയ്യാത്തൊരു സമുദായമാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇപ്പുറത്ത് വെയിറ്റ് കൂടുതലായിരിക്കും, ഇവരുടെ ആർഗ്യുമെൻറ്റ്സാണ് കമ്മിറ്റിയുടെ മുമ്പിൽ കൂടുതൽ. മുസ്ലിങ്ങളുടെ 1000 ആർഗ്യുമെൻറ്റ്സ് മറ്റ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് പറഞ്ഞത് തള്ളിക്കളയാം. ഇത് ക്യാമ്പയിൻ മെറ്റീരിയലാണ്.
അതിൻ്റെ സബ്സ്റ്റൻസ് ഒരെണ്ണം വായിച്ചറിയാം, ബാക്കിയെല്ലാം അതിൻ്റെ റെപ്പിറ്റേഷനാണല്ലോ. സോ ലെറ്റസ് റിമൂവ് ദാറ്റ്. ക്യാമ്പയിൻ മെറ്റീരിയൽ മാറ്റുക, സബ്സ്റ്റൻസ് ഉള്ളത് നോക്കുക. സബ്സ്റ്റൻസ് ഉള്ളത് നോക്കുമ്പോൾ 100 മുസ്ലിം ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, 1-2 ഹിന്ദു ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇത് വരുമ്പോൾ തന്നെ കമ്മിറ്റി ബയാസ്ഡ് ആകുമ്പോൾ കണ്ടില്ലേ വാഴ്ക്കുന്നു, എന്തൊരു ഒബ്ജക്ഷനാണ്, ആ രീതിയിൽ മയപ്പെടും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സോ ഒരു ശുഭകരമായിട്ട് തീരും എന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു നല്ല ഉദ്ദേശത്തോടെ നടപ്പാക്കാനുള്ള ഉദ്ദേശത്തോടെ അല്ല ഇത് അവതരിപ്പിച്ചതെന്നാണ്. അങ്ങനെ ആകുമ്പോൾ നടപ്പാക്കാനുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട്, പക്ഷേ അതിപ്പോൾ നടക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ആണല്ലേ? നടക്കാൻ എനിവേ എന്തായാലും അത് അതിൻ്റെ ഒരു വശം ആണ്, അത് ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. ബട്ട് ഇപ്പോൾ മോദി എടുത്തിരിക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അദ്ദേഹം മാറ്റിയിരിക്കുന്നു. ഞാനിതങ്ങ് ചെയ്യും, പിന്തുണ പിൻവലിക്കോ വലിച്ചോ, ഈ വലിച്ചിട്ട് ഇവരെവിടെ പോകും? ഇത് മോദിക്ക് നന്നായിട്ടറിയാം. ചന്ദ്രബാബു നായിഡു എവിടെയും പോകാനില്ല, ഇദ്ദേഹത്തിന് നിതീഷ് കുമാറിനും എങ്ങും പോകാനില്ല. പിന്തുണ പിൻവലിച്ചാൽ വെറുതെ സർക്കാരിനെ ഉരുട്ടിയിടാം. മാത്രമല്ല ഈ സർക്കാരിൽ അവർ നമ്പർ 2-ഉം നമ്പർ 3-ഉമായിട്ട് നിൽക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ നമ്പർ 7 and 8 ആയിരിക്കും, അത്രയേ ഉള്ളൂ. കക്ഷിച്ചൊരു മന്ത്രിയെ കിട്ടിയാലായി. ഇതാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് മോദിയെ പിന്തുണച്ചേ പറ്റൂ എന്നുള്ള സ്ഥിതി നായിഡുവിനും നിതീഷ് കുമാറിനും ഉണ്ട്. ഇത് മോദിക്കും അറിയാം. അതുകൊണ്ട് മോദി എന്ത് ചെയ്യുന്നു? കണ്ണും മൂക്കോട് ഞാൻ വഖഫ് ബില്ല് അമെൻഡ് ചെയ്യാൻ പോവാണ്, താൻ പിന്തുണ പിൻവലിക്കുന്ന വലിച്ചു തരുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോക്കാണ് ഇപ്പോൾ പോകുന്നത്, ഡെയറിങ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പഴയതിലും ഡെയറിങ് ആയ ഒരു മോദിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ആളുകൾ വിചാരിക്കുന്നു ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ട് പുള്ളി വീക്കായി. അല്ല, ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള ഒരു സ്ഥിതി വന്നു. കണ്ണട ചങ്ങി വരുന്നത് വരട്ടെ എന്ന് എന്ത് ചെയ്യുന്ന പിന്തുണ പിൻവലിക്കും, വലിക്കടാ നീ എന്ന് പറഞ്ഞാൽ ഈ ടേമിൽ ഒരു പുതിയ മോദിയായിരിക്കും കുറെ കൂടി. അതേസമയം ഹിന്ദുക്കളെ സംബന്ധിച്ചോളം സാറ് നോക്കുക, ഹിന്ദുക്കൾ ഞാനടങ്ങുന്ന ഹിന്ദുക്കൾക്ക് 110 കുറ്റം മോദിയെ പറയാം, പക്ഷെ മോദി അല്ലാതെ വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ മോദി തന്നെ മതി എന്ന് തീരുമാനിക്കും. ഓക്കെ സാർ, ഈ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു വന്നാൽ ഇതിൻ്റെ ഒരു പാർട്ട് സാങ്കേതികമായോ അതിൻ്റെ സാധ്യതയും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെയാണ് DG പറഞ്ഞത്. എനിക്കറിയാവുന്ന ഈ നമ്മൾ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് ഇതിനകത്ത് ക്രിസ്ത്യൻ ഇൻട്രസ്റ്റ്? ക്രിസ്ത്യൻ ഇൻട്രസ്റ്റ് സാർ, അവരുടെ ഈ ചെറായി ഭാഗത്തെ ഒരു പള്ളിയടക്കം കുറേ ആൽമായരടക്കം അത് വഖഫ്, ഇതാണ് അവരുടെ ഇമ്മീഡിയറ്റ് കൺസേൺ. അപ്പോൾ അവിടെയുള്ളവർ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ. ക്രൈസ്തവ സഭയുടെ കാനൂൻ നിയമം അനുസരിച്ച് ക്രൈസ്തവ സഭയുടെ ഭൂമിയും പള്ളിയും സ്വത്തും എല്ലാം തന്നെ പോപ്പിന് കീഴിലാണ് എന്നാണ് അവരുടെ കാനൂൻ നിയമം. അപ്പോൾ ആ കാനൂൻ നിയമം ഏകദേശം വഖഫ് പോലത്തെ നിയമമാണ്. ഏകദേശം 1:1 അല്ല, എന്നാലും മതത്തിന് അതീശത്വം കൊടുക്കുന്ന ഒരു നിയമം. അത് ഗവൺമെൻറ്റും തമ്മിൽ ഒരു സംശയം ചോദിക്കാട്ടോ. ഈ കാനോൻ സ്വത്താണല്ലോ, എന്നുവെച്ചാൽ അന്തിമമായി മാർപ്പാപ്പയാണ് അതിൻ്റെ പരമാധികാരി. ഇത് അതാത് സ്റ്റേറ്റിലെ അതാത് രാജ്യങ്ങളിലെ അതാത് രാഷ്ട്രങ്ങളിലെ ഭരണകൂടവുമായി നെഗോഷിയേറ്റ് ചെയ്യാനോ ബന്ധിപ്പിക്കാനോ ഒരു ബ്രിഡ്ജായി വർക്ക് ചെയ്യാനോ എന്തെങ്കിലും ഏജൻസികളുണ്ടോ ക്രിസ്ത്യൻ സ്വത്തിന്? ഇല്ല, ഏജൻസി ഇല്ല എന്ന് മാത്രമല്ല, കോടതികൾ നിരന്തരം ഇത് തള്ളിയിട്ടുമുണ്ട്. ഏറ്റവും അടുത്ത കേസ് സാറിന് ഓർമ്മയുണ്ടല്ലോ, ഈ ജോർജ് ആലഞ്ചേരിയുടെ, അത് ഭൂമിയുടെ പടമാണ്. അതെ, ഭൂമിയുടെ പാടിനെ ചൊല്ലി ചേർത്തലയിലെ ഒരു കത്തോലിക്കൻ കൊടുത്ത പോലീസിലെ കംപ്ലയിൻ്റാണ് FIR ആയിട്ട് മാറിയത്. അതിനകത്ത് അവരുടെ സഭയ്ക്കുള്ളിലെ കളിയുണ്ട്. ചേർത്തലക്കാരനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് തൃശ്ശൂരിരിക്കുന്ന ബിഷപ്പാണ്. ശരി. എറണാകുളത്ത് കേസ് കൊടുത്ത് അതിനകത്ത് വെച്ചാൽ അകത്ത് റൈവലറി ഉണ്ട്, ആലഞ്ചേരിയുള്ള ശത്രുതയൊക്കെ ഉണ്ട്. ആ ഒരു സമയം വരുമ്പോഴാണല്ലേ ഈ ശത്രുതയും പുറത്തു വരുന്നത്. അത് വേറെ നോക്കാം. പക്ഷേ ആലഞ്ചേരി അന്ന് ഉന്നയിച്ച വാദം ഈ ഭൂമി പോപ്പിൻ്റെയാണ്, വത്തിക്കാൻ്റെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡിസ്പ്യൂട്ട് തീരുമാനിക്കുന്നത് വത്തിക്കാനാണ്. കേരള ഹൈക്കോടതിക്ക് ഇതിൽ കാര്യമില്ല, കേരള പോലീസിനും കാര്യമില്ല. ശരി. ഹൈക്കോടതി പറഞ്ഞു നടക്കുന്ന കേസില്ല, മര്യാദയ്ക്ക് FIR ഇട്ട് അന്വേഷിക്കണം പോലീസ് എന്ന് പറഞ്ഞ് പോലീസിന് ഉത്തരവ് കൊടുത്ത് FIR ഇട്ട് പോലീസ്. അതുവരെ പോലീസ് FIR ഇട്ടില്ല. ഒരു കുറ്റകൃത്യം വന്നു കഴിഞ്ഞാൽ ആദ്യം പരിപാടി FIR ഇടുക എന്നുള്ളതാണ്. എന്നിട്ടാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന് ശേഷമല്ല FIR ഇടുന്നത്. ആദ്യം FIR ഇടുക, അതാണ് അന്വേഷണത്തിൻ്റെ സ്റ്റാർട്ടിങ്. എന്നിട്ട് അന്വേഷിക്കുക. അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് പോലീസ് FIR ഇടുന്നത്. ആലഞ്ചേരി ചോദ്യം ചെയ്യാൻ ഹാജരാവില്ല എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു നടക്കില്ല, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസണാണ്, ഇന്ത്യൻ നിയമമാണ് ഇവിടെ, കാനൂൻ നിയമമൊന്നും ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല.
ബട്ട് നിങ്ങൾക്കത് മനസ്സിൽ കൊണ്ടു നടക്കാനൊരു അവകാശമുണ്ട്. ഇപ്പോൾ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അത് ശബരിമല അയ്യപ്പൻ്റെ ആണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ രേഖകളിൽ അത് കൊച്ചി കോർപ്പറേഷനിൽ ഇത്ര നമ്പർ സർവേ നമ്പറിൽ കിടക്കുന്ന വസ്തുവാണ്. അത് സിവിൽ പ്രൊസീജിയർ കോഡനുസരിച്ചാണ് ആ വസ്തുവിൻ്റെ പോക്കും വരവും എല്ലാം. അത് അയ്യപ്പൻ്റെ ആണ്, ആരും തൊട്ടു പോരുതെന്നും എനിക്ക് പറയാൻ പറ്റില്ല. സർക്കാരിന് അത് ഏറ്റെടുക്കാം, ഒരാവശ്യത്തിന് ഒക്കെ ചെയ്യാം. മനസ്സിൽ നിങ്ങൾക്ക് ഞാനിത് ഈശ്വരാർപ്പിതമായിട്ട് നടക്കുന്നു, ശരി നടന്നോ. ഒരു തർക്കം വന്നാൽ എങ്ങനെയാണ്? സഭാസ്വത്തിൽ ഒരു തർക്കം വന്നാൽ തർക്കം വന്നു കഴിഞ്ഞാൽ സിവിൽ നിയമമാണ്, ഇന്ത്യൻ സിവിൽ നിയമമാണ് ബാധകം. അത് പലതവണ കോടതികൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഈ കാനോൻ നിയമം തന്നെ എടുത്ത് കളഞ്ഞ് ഇന്ത്യൻ നിയമത്തിന് കീഴിലാക്കണം എന്ന് മരണം വരെ വാദിച്ച ഒരു മനുഷ്യൻ കേരളത്തിലുണ്ടായിരുന്നു. അതായിരുന്നു ജോസഫ് പുലിക്കുന്നേൽ സാർ. ഇതിൻ്റെ അപകടം അന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹർജി ഇപ്പോഴും തീർപ്പാവാതെ ഹൈക്കോടതിയിൽ കിടപ്പുണ്ട്, ലിസ്റ്റ് ചെയ്യാതെയും പിടിക്കാതെയും അങ്ങനെ. കാരണം ഇതിൽ തൊടാൻ ഹൈക്കോടതിക്കും ഒരു മടിയൊക്കെ ഉണ്ട്. കാനൂൻ നിയമം ബാധകമല്ല എന്ന് പറഞ്ഞ് മറ്റ് വിധികളുടെ ഇടയ്ക്ക് ഒരു ലൈനൊക്കെ എഴുതി അങ്ങോട്ട് ആ കേസ് രക്ഷപ്പെടുത്തും എന്നുള്ളതല്ലാതെ ബോൾഡായിട്ട് ഈ കാനൂൻ നിയമം കൊണ്ട് നടക്കുന്നത് കുറ്റകരമാണ്, ഇതെടുത്ത് കളയുന്നു. അതിന് നിയമനിർമ്മാണം വേണ്ടി വരുമോ അതോ നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി മതിയോ? എങ്ങനെയത്? അത് ഇപ്പം നടക്കുന്നത് കേസ് ടു കേസ് ബേസിൽ കോടതി തീരുമാനിക്കുകയാണ്. ഈശ്വരൻ്റെ സ്വത്ത് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് കോടതി സമ്മതിക്കാറില്ല. അത് സമ്മതിക്കുന്നത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമാണ്. വിഗ്രഹത്തിന് ഒരു പെർപ്പച്വൽ മൈനറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വിഗ്രഹത്തിൻ്റെതാണ് ക്ഷേത്ര സ്വത്ത്. വിഗ്രഹത്തെ മൈനറായതുകൊണ്ട് ഏത് ഭക്തനും വിഗ്രഹത്തെ റെപ്രസെൻ്റ് ചെയ്ത് കോടതിയിൽ പോകാം. അങ്ങനെയാണ് ഈ വഴിയെ പോയ ഭക്തന്മാരെല്ലാം കോടതിയിൽ പോകുന്നത്. ഈ അവകാശം വെച്ചിട്ടാണ് പെർപ്പച്വൽ മൈനർ. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ചെയ്തതാണ്. ദൈവത്തെ എന്ത് ചെയ്യും? മറ്റ് രണ്ടുപേർക്കും വിഗ്രഹമില്ല, ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ഇല്ല. ഹിന്ദുക്കൾക്ക് വിഗ്രഹമുണ്ട്, പ്രാണപ്രതിഷ്ഠ എന്നുള്ള സങ്കല്പമുണ്ട്. പ്രാണനുള്ള ജീവനുള്ള വിഗ്രഹത്തെ മനുഷ്യൻ്റെ ഒരു 100 ഇരട്ടി ശക്തിയുള്ള, 100 ഇരട്ടി ദേഷ്യം വരുന്ന, 100 ഇരട്ടി സ്നേഹമുള്ള, 100 ഇരട്ടി അസൂയ ഒക്കെയുള്ള ഒരാളിനെയാണ് ദൈവമെന്ന് മൂർത്തി എന്ന് സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ മൂർത്തിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഭസ്മമാക്കി കളയുന്നൊക്കെ പറയും. ഇതെന്ത് ഭസ്മമാക്കുന്ന ഒരു ദൈവമുണ്ടോ? സങ്കല്പത്തിൽ അങ്ങനെ പാടില്ലല്ലോ, കരുണാമയനായ ദൈവമാണ്. ബട്ട് ഹിന്ദുക്കളുടെ ആ സങ്കല്പത്തിൽ മനുഷ്യനുള്ള കാര്യങ്ങൾ 1,00,000 ഇരട്ടി ഉള്ള ഒരു മനുഷ്യൻ. അങ്ങനെയാണ് ഇത്. അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഇദ്ദേഹത്തെ പെർപ്പച്വലി മൈനറാക്കി വയ്ക്കുക. സോ ദാറ്റ് ഹീ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ഡിവോട്ടി. മൈനറിനെ റെപ്രസെൻ്റ് ചെയ്യാം, രക്ഷാകർത്താവിനെ റെപ്രസെൻ്റ് ചെയ്യാം. രക്ഷകർത്താവ് ആരായി? മൈനറിൻ്റെ ദിവസം അവിടെ വരികയും തൊഴുകയും ആവിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഓമനിക്കുകയും ലാളിക്കുകയും കുളിപ്പിക്കുകയും. ഹിന്ദുക്കൾ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആറാട്ട് എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കലാണ്, വാസ്തവത്തിൽ കുളിപ്പിക്കലാണ്. ഉഷപൂജ, അത് മാറ്റുക, ഡ്രസ്സ് മാറ്റുക, അത് ചെയ്യുക, തൃപ്പൂത്താകുക, ഋതുമതിയാകുക, ചെങ്ങന്നൂർ ദേവി, ഇതെല്ലാം മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആരോപിച്ചിട്ട് അധ്യാരോപിച്ചിട്ടാണ് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ പെർപ്പച്വൽ മൈനർ എന്നുള്ള സങ്കല്പം വെച്ച് ലീഗൽ റൈറ്റ് ഡെയിറ്റിക്ക് കൊടുത്തു. അങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രങ്ങളുടെ സമ്പത്ത് ഹിന്ദു ദൈവത്തിൻ്റെ ആവുകയും ഇസ്ലാമിനോ ക്രിസ്ത്യാനിക്കോ അങ്ങനെ ഒരു സങ്കല്പം ആർഗ്യൂ ചെയ്ത് സ്ഥാപിക്കാൻ പറ്റാതെ ആവുകയും ചെയ്തത്. അപ്പോൾ ഇസ്ലാമിൻ്റെ സ്വത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വഖഫിൻ്റെ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെ അങ്ങനെ ആയിരിക്കും. പള്ളിയുടേതെന്ന് പറഞ്ഞാൽ ഇടവകയുടെ അങ്ങനെ. പക്ഷേ പള്ളിക്കാർ വിശ്വസിക്കുന്നത് ഇത് പോപ്പിൻ്റെ ആണെന്ന്. അത് കത്തോലിക്ക സഭയ്ക്ക് മാത്രം. പോപ്പിൽ വിശ്വാസമില്ലാത്ത മറ്റ് സഭകളില്ല. അവർക്ക് അവരുടെ കമ്മിറ്റിയും സംഗതിയൊക്കെയാണ്. ഓരോ സഭകളുണ്ട്. ആ സഭ കമ്മിറ്റിയാണ് അതിൻ്റെ ഉടമസ്ഥന്മാർ. ആ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയോ അടിപിടിയിലൂടെ എടുക്കുകയോ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി വരും. ആ കമ്മിറ്റിയാണ് അതിൻ്റെ ഉടമസ്ഥന്മാർ. തീർച്ചയായിട്ടും വഖഫ് ബില്ലിനെ കുറിച്ച് തുടങ്ങിയ നമ്മളൊരു ചർച്ച സത്യത്തിൽ ഈ സ്വത്തവകാശത്തിൻ്റെ ദൈവികമായ ഇടപെടൽ കൂടി ചേർത്തുകൊണ്ടുള്ള വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ടി ജി പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും എനിക്കും അത് വളരെ പ്രയോജനപ്രദമാണ്. തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ നമുക്ക് അടുത്ത ഡെവലപ്മെൻറ്റ് നോക്കിയിട്ട് തുടരാം. നന്ദി പറയുന്നു ടി ജി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.